വീണേ ആഹാരം റെഡി ആയോ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ചേട്ടാ ഒരു 10 മിനിറ്റ് ചേട്ടാ അവിടെ ഒന്ന് ഇരിക്കുമോ? ഞാൻ ഇപ്പൊ എടുക്കാം. നിനക്ക് എന്തോന്നു ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ടൂടെ? എന്ന് തന്നെയുള്ള പരിപാടി. ചേട്ടാ നേരത്തെ എണീക്കാത്തോണ്ടല്ലോ ഈ വീട്ടിലെ എല്ലാ പണിയും കൂടെ ചെയ്യാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ പെണ്ണായിട്ട്. ഓ ബാക്കി എല്ലാ വീട്ടിലും 5-6 പെണ്ണുള്ളത്. എന്തോന്നടാ ഇത്? ഉപ്പും കുപ്പും ഒന്നും ഇല്ല. ഉള്ളതല്ല ഉപ്പില്ലല്ലോ അതില്. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉപ്പുണ്ടല്ലോ. ഓ ഭയങ്കര ഉപ്പ്. അതെ, നീ വെട്ടി വേവിക്കുന്നത് ഞാൻ അങ്ങ് തൊണ്ടോടാതെ വിഴുങ്ങും പോലെ അല്ല അച്ഛൻ. ഉപ്പെടുത്തോണ്ട് കൊടുക്ക്. ആ അതെ, എൻ്റെ മാമൻ്റെ മോൻ നാഗർകോവിലിൽ നിന്ന് നാളെ ഇവിടെ വരും. അവനെന്തോ SSCയുടെ എക്സാം എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. 1 മാസത്തെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഹോസ്റ്റലിൽ നിൽക്കേണ്ട, ഇവിടെ നമ്മളെ വീട്ടിൽ നിൽക്കാം. വീടിൻ്റെ മുകളിലത്തെ റൂം ഉണ്ടല്ലോ, അത് റെഡി ആക്കിയിട്ടെ. പിന്നെ അവനൊരു കുറവും കൂടെ വരുത്തരുത് കേട്ടോ. ഡേ എനിക്കൊന്ന് ഉച്ചയ്ക്ക് കീരത്തോരൻ വേണം. അച്ഛൻ ഇന്നത്തേക്കുള്ള കറിയെല്ലാം ഞാൻ ഉണ്ടാക്കി, നാളെ ഉണ്ടാക്കിയ പോരെ. കാബേജ് തോരനൊക്കെ ഉണ്ടാക്കി. എനിക്ക് നിന്റെ ക്യാബേജിന്റെ പുഴയൊന്നും വേണ്ട, എനിക്കിത് ഉച്ചയ്ക്ക് കീരത്തോരൻ മതി. അച്ഛൻ നേരം വെളുത്തപ്പോൾ തുടങ്ങിയ പണി ഇപ്പോഴാണ് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കിയത്. നീ പഴം പുരണം പറയാൻ സമയം മതിയല്ലോ അവിടെ കൊണ്ട് കീരത്തോരൻ വെട്ടി വയ്ക്കേ. അപ്പോൾ ഒരു ചാടാണ്ടില്ലേ, എനിക്ക് പിടിക്കണില്ല. ഡേ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അലക്കിയിട്ടേ. അതല്ലടി ഇവിടുത്തെ വിഷയം. ഈ കല്യാണാലോചന വന്നപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞതാ. എന്ത്? കെട്ടിക്കയറിപ്പോയ പണിയെടുത്ത് എൻ്റെ നടു ഓടിയോന്ന്. ഓ അത്ര പാടാ അവിടെ? പിന്നെ ഇല്ലേ എൻ്റെ ഉപ്പാട് ഇളവി. ഇതാ പറയണേ, ഒരു പെണ്ണിന് കൂട്ട് എപ്പോഴും പെണ്ണ് തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്ക്, ഞങ്ങളുടെ വീട്ടിൽ 3 പെണ്ണാ. ഒരാൾക്ക് ഒരാൾ എപ്പോഴും കൂട്ടായിരിക്കും. അത് പണി കൊടുക്കാനാണെങ്കിലും ഒരുമിച്ച് പണി ചെയ്യാനാണെങ്കിലും. എടി എൻ്റെ എവിടെ ആണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും എല്ലാത്തിനും സഹായമുണ്ട്, കൂട്ടുണ്ട്. എനിക്കും അറിയാം ഒരു പെണ്ണിന് പെണ്ണിൻ്റെ തുണയാണ് ആവശ്യമെന്ന്. പക്ഷെ ഇവിടെ ആണെങ്കിലോ, ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നെന്നോ ഇവിടുത്തെ പണി ചെയ്യാൻ. ഓടി നടന്ന് പണിയെടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവരാരും ഒരു പാത്രം എടുത്ത് മാറ്റി വയ്ക്കാൻ എന്നെ സഹായിക്കില്ല എന്ന്. നീ ഒരു കാര്യം ചെയ്യും, നീ ഏട്ടനോടെല്ലാം തുറന്ന് സംസാരിക്കേ. ബെസ്റ്റ്. അതിലെനിക്കൊരു പ്രതീക്ഷയേ ഇല്ലേ മോളെ. പുള്ളിയും കണക്കാ. അത് നീ എൻ്റെ അച്ഛനെ സ്വന്തം അച്ഛനായിട്ട് കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ചേട്ടാ പറയാൻ എളുപ്പമാണ്. വീട്ടിലെ എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. എന്തിന്? എൻ്റെ അമ്മയോട് പോലും പുള്ളിയുടെ അടിവസ്ത്രം കഴുകാൻ പറയുന്നത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. പിന്നെയാണ് എടീ അത് നിനക്ക് അച്ഛനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്ന നേരം ഞാൻ പറയുന്ന എന്താണ്, എൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. എടീ അച്ഛൻ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരുപാട് ചേച്ചിമാരും കുഞ്ഞമ്മമാരും കൂടി എല്ലാം വളർത്തിയ ആളെ വഷളാക്കി. അതിൻ്റെ ശീല അത് മാറിക്കോളും. എടീ എൻ്റെ അമ്മ കുഞ്ഞിലേ പോയി. അതിനുശേഷം അച്ഛൻ്റെയും എൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കിയത് അച്ഛൻ്റെ മൂത്ത ചേച്ചി മൂത്തമ്മയാണ്. മൂത്തമ്മയ്ക്ക് ഇന്നും അച്ഛൻ ഒരു കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ ആ ശീലങ്ങളായതുകൊണ്ടാണ്. നീ സ്വന്തം അച്ഛനെ പോലെ കണ്ടാൽ മതി, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. പഠിത്തമൊക്കെ എങ്ങനെ പോകണ്ട? നന്നായിട്ട് പോകണ. അച്ഛനമ്മയൊക്കെ സുഖമായിരിക്കുന്ന? അച്ഛനമ്മ സുഖമായിരിക്കണേ. അപ്പം അണ്ണനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു ചേച്ചിയൊക്കെ. മാമൻ്റെ വെറ്റില കൃഷിയൊക്കെ എങ്ങനെ? നന്നായിട്ട് പോണ്. പിന്നെ എങ്ങനെയെങ്കിലും ജോലിയും സെറ്റാക്കണം, അതേ ഉള്ളൂ ഇപ്പോൾ ഒരു ഉദ്ദേശം. ജോലിയൊക്കെ സെറ്റ് ആയിട്ടാണോ ഇവനൊരു പെണ്ണാലോചിക്കാം കേട്ടാ. നിന്റെ മറ്റേ മാമൻ്റെ മോളുണ്ടല്ലോ ദീപ്തി, അവളെ ഒന്ന് ആലോചിച്ചല്ല? അല്ലണ്ണ, ഞാൻ വേറൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ മാമനെ വിളിച്ച് പറയണോ? ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ പറയാം എന്നോട്. പഠിത്തമൊന്നും വേണ്ട.
ഞാൻ തന്നെയാണ് മാമനോട് പറഞ്ഞത് ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഇവിടെ വരട്ടെ എന്ന്. നിനക്ക് എന്താ ആവശ്യമാണെങ്കിലും പറഞ്ഞാൽ മതി ചേട്ടാ. സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി, സ്വന്തം ചേച്ചിയായിട്ടും കരുതിയാൽ മതി. ഉറപ്പായിട്ടും. ചായ കുടിച്ചോ? കാപ്പി ഉണ്ടെങ്കിലല്ലേ? ചേട്ടത്തി എന്താ വിനോദേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ. ആ ചേട്ടത്തിക്ക് എത്ര വയസ്സായി? അതെന്തിനാ നീ ഇപ്പൊ എന്റെ വയസ്സറിയുന്നേ? ചുമ്മാ പറ. നീ കാര്യം പറയേ, എന്താ? അല്ല, ചേട്ടത്തി വൈകിയല്ലേ കല്യാണം കഴിച്ചത്? അതിന് അപ്പൊ ഇനി വല്ല ഗുലുമാലും ആയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതേ ഉള്ളൂ. നിന്റെ SSCയുടെ എക്സാം എന്നാ പറഞ്ഞേ? അടുത്ത മാസം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ നോക്ക്. അല്ലാതെ ചേട്ടത്തീരെ ഗുലുമാല് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ചേട്ടത്തീരെ ഗുലുമാല് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. കുറച്ചധികം പഠിക്കേണ്ടി വരും. വെള്ളം ചൂടായ എണ്ണ ചൂടാക്കി വെച്ചിരിക്കുന്നത് അതേ തേക്കാനുള്ളതാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. ആ ഇതൊന്ന് തലയിൽ തേച്ച് വെച്ച്. മതിയേ. എവളാ മുടിയെല്ലാം പിഴിഞ്ഞെടുക്കുമല്ലേ? ആ പിന്നെ 6 മണിക്ക് മുമ്പേ ആ ടാങ്കിൽ വെള്ളം ഉണ്ടാന്ന് നോക്കണം. ഇല്ല 6 മണിക്ക് ശേഷമൊക്കെ കറണ്ടിൻ്റെ ബില്ല് അറിയാമല്ലോ. ആ ഒന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. എവളത് എന്തോന്ന് കാണിച്ചു വച്ചിരിക്കുന്നത്? കുളിക്കാൻ വേണ്ടി ചെറിയ ചൂടിൽ വെള്ളം അണത്താൻ പറഞ്ഞിട്ട് അവളത് ആളെ കൊല്ലാൻ കൊണ്ട് വെച്ചിരിക്കണം. വീണേ തോർത്തങ്ങോട്ട് പാടി. അച്ഛാ തോർത്ത്. ചേട്ടാ പിന്നെ ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോട്ടാ. 2 ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചു വരാം. നീ ഇപ്പോൾ പോയി എങ്ങനെ ശരിയാവും? ഒന്നും അച്ഛൻ്റെ കാര്യം നോക്കി അവിടെ ആരുമില്ല. പോരാൻ വിനോദം വന്ന് നിൽക്കല്ലേ? ചേട്ടാ ശരീരം കൊണ്ട് മാത്രമല്ല ഞാൻ തളർന്നത്, മനസ്സുകൊണ്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല. നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിനോദിനെ ചേട്ടന് നന്നായിട്ട് അറിയാമോ? പിന്നെന്താ, അവന് ലേശം നാക്ക് കൂടുതലാണ്. അവൻ പാവം പയ്യനല്ലേ. പിന്നെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോലെ. നിനക്കറിയാലോ അച്ഛൻ അല്പം നിർബന്ധക്കാരനാണ്. ഉള്ളത് പറഞ്ഞ് എനിക്ക് പുള്ളിയെ ധിക്കരിക്കാൻ പേടിയാണ്. പിന്നെ അടുത്ത മാസം ഞാൻ മൂത്തമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്തമ്മ വന്നതിന് ശേഷം നമുക്ക് 2 പേർക്ക് ഒന്നിച്ച് നിൻ്റെ വീട്ടിൽ പോവാം. ഞാനേ ഇപ്പോഴൊന്നും വീട്ടിലോട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ ഒരു ഐഡിയ പറഞ്ഞു. എന്താ ഐഡിയ? ഞാനിവിടെ ഫുൾ ടൈം അടുക്കളയിലാണല്ലോ, അപ്പൊ പിന്നെ എനിക്ക് വല്ല ഫുഡ് ബിസിനസ്സും ചെയ്തുകൂടെയെന്നാ അമ്മ ചോദിക്കുന്നത്. ഫുഡ് ബിസിനസ്സോ? അതിനൊക്കെ ഒരുപാട് ചിലവല്ലേ? എന്ത് ചിലവ്? നമ്മൾ ഇവിടെ വാങ്ങുന്ന പോലെ സാധനങ്ങൾ അങ്ങ് വാങ്ങിയാൽ മതി. ആദ്യമേ നമുക്ക് കേക്കിൽ നിന്ന് തുടങ്ങാം. എനിക്കാണെങ്കിൽ ബേക്ക് ചെയ്യാനും ഇഷ്ടമാണ്. എൻ്റെ ആ മടുപ്പ് അങ്ങ് മാറും. പക്ഷെ ഇതൊക്കെ എവിടെ കൊണ്ട് വിൽക്കും നമ്മൾ? ഓൺലൈനിൽ. ഓൺലൈനിലൊക്കെ ഒരുപാട് ചിലവാവില്ലേ? ചിലർക്കൊക്കെ FBയിലും ഇൻസ്റ്റയിലും കൂടി ഒരുപാട് കയറി പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് വളർച്ച ഉണ്ടാവണമെന്നൊന്നുമില്ല. ബിസിനസിനെ പറ്റി നിനക്ക് എന്തറിയാം? എൻ്റെ ഭാര്യയോട് തമാശ പറയലെന്ന് പറ. നീ ഇപ്പോൾ ഒരു ഭാര്യയാണ്. അതായത് എൻ്റെ മകൻ്റെ അമ്മയാകേണ്ടത്. അതായത് എൻ്റെ കൊച്ചുമകൻ്റെ അമ്മ. നീ ഈ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ബിസിനസ്സിനല്ല. മനസ്സിലായ? അച്ഛ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതിനു വേണ്ടി തന്നെയാ ഞാൻ ഈ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. നാളെ ഒരു മോനോ മോളോ ആരോ ഉണ്ടാവട്ടെ, ആ കുഞ്ഞിന്റെ അമ്മയെ ഈ വീട്ടിലെ അടിമയായിട്ടല്ല കാണേണ്ടത്. പിന്നെ എന്തായിട്ട് കാണണം? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല. നീ ഒന്നും വിചാരിച്ച ആണാവാൻ പോകുന്നുമില്ല. ബിസിനസ് ചെയ്യുന്നതിന് ആണാവണോ?
ആണാവാനും ആളാവാനും ഒന്നും അല്ല ഞാൻ ഇത് തുടങ്ങുന്നത്. ഇതെനിക്കെന്റെ സ്വപ്നമാണ്. അതെന്റെ മനസ്സിന്റെ സന്തോഷത്തിന് കൂടെ വേണ്ടിയിട്ടാണ്. എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ആരും വാഴാമെന്ന് വിചാരിക്കണ്ട. രണ്ടുപേരുടെ കൂടെയാണ് പറഞ്ഞത്. ഏട്ടാ 24 മണിക്കൂറും എനിക്കിങ്ങനെ ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ശ്വാസം വിടണമെങ്കിൽ ആരെയൊക്കെ പെർമിഷൻ വേണം? പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പഠിച്ചതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും പഠിച്ചത്. ഞാൻ കല്യാണത്തിന് മുന്നേ അത് പറഞ്ഞതുവാ. അപ്പം എല്ലാം തലകുലിക്ക് സംഭവിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കൊരു ജോലി വേണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ചേട്ടൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഈ എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ഇല്ല വേണേ, എനിക്ക് അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും. അതിൻ്റെ കാരണം നമുക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. നമ്മുടെ നന്മയല്ലേ അച്ഛൻ ചിന്തിക്കുന്നത്? ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ നന്മ കൊണ്ട് പറയുന്നതൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് ഞാൻ ഇവിടെ ഒരു വേലക്കാരിയാണ്. ഈ വീട് തുറക്കണം, തൂക്കണം, അച്ഛൻ്റെ അണ്ടർവെയർ കഴുകണം, ചെരുപ്പ് തുടങ്ങണം. ഇതൊക്കെ മാത്രമാണ് അച്ഛൻ്റെ ചിന്ത. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്. വീണേ, പറഞ്ഞു പറഞ്ഞ് നീ കാട് കയറുന്നുണ്ട്. പ്രായത്തിൽ കൂടുതൽ ആളെന്നുള്ള പരിഗണന വേണ്ട. അതെന്റെ അച്ഛനാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. ഞാൻ തന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത്. സ്വന്തം അച്ഛനായിട്ട് എന്റെ അച്ഛനെ കാണാൻ പറ്റാത്തതാണ് ഇതിന്റെ കുഴപ്പം. ഈ സംഭവം ഇവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട നിന്റെ സംസാരം. ആഗ്രഹങ്ങള് ബിസിനസ് ചെയ്യാൻ, ബിസിനസ്. ഇനി അച്ഛൻ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരുപാട് ചേച്ചിമാരും കുഞ്ഞമ്മമാരും കൂടി എല്ലാം വളർത്തിയാണ് വഷളാക്കി. അതിൻ്റെ ശീലം അത് മാറിക്കൊള്ളും. എടീ, എൻ്റെ അമ്മ കുഞ്ഞിലേ പോയി. അതിനുശേഷം അച്ഛൻ്റെയും എൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കിയത് അച്ഛൻ്റെ മൂത്ത ചേച്ചി മൂത്തമ്മയാണ്. മൂത്തമ്മയ്ക്ക് ഇന്നും അച്ഛൻ ഒരു കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ ആ ശീലങ്ങളായതുകൊണ്ടാണ്. നീ സ്വന്തം അച്ഛനെ പോലെ കണ്ടാൽ മതി, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. മൂത്തമ്മ വെള്ളം കുടിക്കാൻ. മൂത്തമ്മ എന്താ ഇപ്പം ഇങ്ങോട്ടൊന്നും വരാത്തത്? മോളെ വരണമെന്നുണ്ട്. സുഖമില്ലാത്തതുകൊണ്ടും ഒറ്റയ്ക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ് ഞാൻ വരാത്തത്. എന്താ മക്കളെ മുഖം ഒരുമാതിരി ഒരു വല്ലായ്മ? കാര്യം ശരിക്കും ഞാൻ ശ്വാസം മുട്ടിയാണ് മുത്തമ്മ ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ ആൺജന്മങ്ങൾക്കാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അവരെ തിരുത്താനും പഠിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ഇവിടുത്തെ അച്ഛനാണെങ്കിൽ വന്നു കയറിയ ഒരു മരുമകളായിട്ടല്ല എന്നെ കാണുന്നത്. ശരിക്കും അച്ഛൻ്റെ ആവശ്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു വേലക്കാരിയായിട്ട് മാത്രമാണ്. എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്കത് പറയാനും പറ്റില്ല. ഞാൻ വിചാരിക്കാറുണ്ട് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്, ഇറങ്ങിപ്പൊയ്ക്കൂടെയെന്ന്. പക്ഷെ ചില സമയങ്ങളിലെ ശരിക്കും നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും സാധിക്കില്ല എന്ന് ഇപ്പം എനിക്കറിയാം. ആ ഒരു അവസ്ഥയിലായിപ്പോകും നമ്മൾ. ഒരു ശ്വാസമൊക്കെ ഇറുക്കി പിടിച്ച് സ്വയം വരിഞ്ഞു മുറുകി ജീവിക്കും പോലെ ഇപ്പം ആ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്. മോളെ മനസ്സിലായി മക്കളെ നിൻ്റെ വിഷമം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഉത്തരവാദി ഞാനും കൂടെയാണ്. കാരണം അവൻ്റെ അമ്മ കൊച്ചിലെ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ഒന്നും അറിയിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പഠിപ്പിക്കാതെ ഞങ്ങൾ വളർത്തിയത് കൊണ്ട് സംഭവിച്ചു പോയതാണ് മക്കളെ. എൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ജീവിതമാണ് മോളെ. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ നമുക്ക്? അമ്മ, ഇത് കുടുംബജീവിതമാണെന്ന് എനിക്കറിയാം. കുട്ടിക്കളിയല്ലെന്നും അറിയാം. അമ്മ, സ്വന്തം അടിവസ്ത്രം പോലും അലക്കാൻ ഇവിടുത്തെ അച്ഛന് കഴിയൂലെന്ന് ഞാൻ പറയില്ല. അച്ഛനെ കൊണ്ട് നിങ്ങളാരും അത് ചെയ്യിച്ചിട്ടില്ല. ഇപ്പൊ വന്നു കയറിയ എന്നോടും അച്ഛൻ അങ്ങനെയാ കാണിക്കുന്നത്. മോനാണെങ്കിലോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയാ. 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ അച്ഛൻ്റെ പെർമിഷൻ വേണം. ശരിക്കും ഈ വീട്ടിൽ എന്നെ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ല. ഒരു അമ്മയില്ലാത്തതിൻ്റെ കുറവ് മൊത്തത്തിൽ ഈ വീട്ടിലുണ്ട്. മുത്തമ്മ, കുറച്ച് ദിവസം എൻ്റെ കൂടെ വയ്ക്കോ? മക്കൾ സമാധാനപ്പെടും. മുത്തമ്മ ഇപ്പോൾ പോണില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. സങ്കടപ്പെടേ വേണ്ട മോളല്ലേ, പോട്ടെ കേട്ടോ. നീ എന്താ ഇവിടെ? ചേട്ടത്തി കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടത്തി ഷേപ്പെല്ലാം അങ്ങ് മാറിയില്ല. അതെന്താ അങ്ങനെ? ചെറുക്ക, നീ SSCക്ക് പഠിക്കാൻ വന്നതല്ലേ? നീ നിന്റെ കാര്യം പോയി നോക്കിക്കേ. ചേട്ടത്തിന്റെ ഷേപ്പ് നീ നോക്കണ്ട. പിന്നെ ചേട്ടത്തി
പണങ്ങാതെ. ഞാനൊരു സിനിമ ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ചേട്ടത്തെ കഥ ഒന്ന് കേൾക്കണം. ഒരു കസിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ചെറിയ പയ്യൻ. അവിടുത്തെ ചേട്ടൻ ജോലിക്ക് പോകുമ്പം അവിടുത്തെ ചേട്ടത്തി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആ ചേട്ടത്തിക്ക് ആ അനിയനാണ് എല്ലാ രീതിയിലും കൂട്ടാവുന്നത്. അവരുടെ ബന്ധം ഇങ്ങനെ വളർന്ന് എല്ലാ രീതിയിലും അവരങ്ങ് പോകുമ്പോഴേ എന്റെ അടുത്ത് വൃത്തിയോട് പറയാൻ വരരുത്. നീ നിന്റെ കാര്യം നോക്ക് പോയേ. ശരിയെന്നാ. ചേട്ടത്തിക്ക് ആശ്വാസം ഉണ്ടാക്കാൻ വരുന്ന അനിയൻ. വീണ ചായ വിടറി. ഇനിയിപ്പോ ആക്കെ വേണമെന്നില്ല ചായ കൊണ്ടുപോ. എന്തോന്നോട് ഒരു സൗണ്ട്? എന്തോന്ന് മോളെ ഒരു സൗണ്ട് കേട്ടെ? എന്തോന്നൂടെ സൗണ്ട് കേട്ടെ? അത് പിന്നെ ചേച്ചി അമ്മ രാവിലെ എനിക്ക് ചായ തന്നില്ല. ചായ തന്നില്ലേ? ആ സമയത്ത് തരണ്ടേ? തട്ടിക്കളഞ്ഞത് ആരാണെന്ന് വിചാരിച്ചാണെങ്കിൽ ഈ ബഹളത്തിൽ ഇവിടെ കാണിക്കണേ? നിന്റെ കാര്യം മാത്രം നോക്കാൻ വേണ്ടി ജോലിക്ക് വെച്ചിരിക്കുകയാണ് നിന്റെ മോൻ വിചാരിച്ചാ? അവൻ നിന്റെ മോന്റെ ഭാര്യയല്ലേ ഇത്? നിനക്കൊരു മാന്യത വേണ്ടേ? നിന്റെ ഭാര്യ മരിച്ചപ്പോൾ നീ എന്തെല്ലാം അനുഭവിച്ചാണ്? ഒരു ഭാര്യയ്ക്ക് ഒരു പെണ്ണിന് ഒരു വീട്ടിനകത്ത് എന്ത് ജോലി ഉണ്ടെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ ഒരു പെണ്ണ് വന്ന് ജോലി ചെയ്യുമ്പോൾ ആ പെണ്ണിന്റെ തലയിലാണ് കയറുന്നത്. ശകല മാന്യത കാണിക്കുന്നത്. അത് നിന്റെ മോളല്ലേ? ജോലിക്കാരിയാണ്. ഒരുമാതിരി മര്യാദ വേണം. ഇതൊരു വീടല്ലേ? നിന്റെ കാര്യം മാത്രം നോക്കാനല്ല അവൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവൾ നിന്റെ മോന്റെ ഭാര്യയാണ്, നിന്റെ മോളും കൂടെയാണ്. മനസ്സിലായ? ഇങ്ങനെ ശകല മാന്യത പഠിക്കണം. ആ ചേട്ടത്തി, ഞാനിപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചതാണ്. കുടിച്ചോ. ചേട്ടത്തി, അണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും ചേട്ടത്തീർത്ത് ചോദിച്ചാൽ മതി. എനിക്കിതൊന്ന് പറഞ്ഞുതരാമോ? വായിച്ചിട്ട് മനസ്സിലാവുന്നു. നോക്കാം. ഇതല്ലേ? നിന്റെ ഈ വിധത്തിലുള്ള സംശയം നീ തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, ശരിക്കും വിനോദിന്റെ പെരുമാറ്റത്തിലെ ഞാൻ പേടിച്ചുപോയി. അതിൻ്റെ തോന്നലാണ്. ചേട്ടാ, അതെങ്ങനെ എന്റെ തോന്നലാവും? എനിക്കിത് ആദ്യത്തെ അനുഭവമല്ല. 1-2 പ്രാവശ്യം എനിക്കിത് ഉണ്ടായിട്ടുണ്ട്. ഒരു വൃത്തികെട്ട ചൊവ്വയുള്ള സംസാരവും നോട്ടവും പെരുമാറ്റവും. നീ ഇപ്പൊ എന്റെ അച്ഛന്റെ മേലുള്ള കുതിരക്കയറ്റം നിർത്തി അവന്റെ മേലിലായ കുതിരക്കയറ്റം. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നറിയാവോ? ഒരു ഭാര്യയായ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്ന് ചേട്ടൻ ചിന്തിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നേ നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. ആ വിനോദൻ എനിക്ക് കുഞ്ഞിലേ മുതൽ അറിയാം. അവനെ പോലെ ഒരു തങ്കപ്പെട്ട പയ്യനില്ല. ആ തങ്കപ്പെട്ട പയ്യനെ അവന്റെ ആ സ്വഭാവം കൊണ്ട് എന്റെ അടുത്ത് വരികയാണെങ്കിൽ അടിച്ച് അവന്റെ ഷേപ്പ് ഞാൻ മാറ്റും. വീണേ, എന്നെ ബന്ധുക്കളുടെ മുമ്പിൽ എന്നെ തലതാരത്തിന്റെ ഇടവരുത്തരുത് കേട്ടാ. അതിനുവേണ്ടി അവന്റെ ആ വൃത്തിയായിട്ട് പെരുമാറ്റം ഞാൻ സഹിക്കണോ? ഇവക്ക് അല്ലെങ്കിൽ വീട്ടിലിറങ്ങി വരുന്നത് ഇഷ്ടമല്ല. അവള് ഞാൻ മാത്രം വേണം. അച്ഛനെ ഇഷ്ടമല്ല, വീട്ടിലാരും വരുന്നത് ഇഷ്ടമല്ല. When will I get the video? തരാമെന്ന് പറയുന്നില്ല. നിനക്ക് ഇന്നേ വരെ വീഡിയോ തരാൻ പറ്റുന്നില്ലല്ലോ. എടാ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല.
ഒരു അവസരം ഒത്തു കിട്ടണ്ടേ? എത്രയും വേഗം കിട്ടുന്നു അത്രയും ക്യാഷ്, കൂടുതൽ ക്യാഷ്. എടാ അതൊക്കെ പോട്ട്, ഈ വീഡിയോ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? ടെലിഗ്രാം, മറ്റ് സൈറ്റുകൾ, ഇതൊക്കെയല്ലേ ഇപ്പൊ ചൂടപ്പം പോലെ വിട്ടുപോകുന്നത്. നിനക്കും അറിയാവുന്നില്ലേ ഇതൊക്കെ? മനസ്സിലായി മച്ചാ. ശരിയെന്നാ, ഞാൻ എത്രയും വേഗം വീഡിയോ സെറ്റ് ചെയ്തിട്ട് അയക്കാം. ഓക്കെടാ. എൻ്റെ ഭർത്താവെല്ലാം ആയിരിക്കണം, അവൻ അപ്പം തന്നെ അടിച്ചിറക്കിയാൻ ഇവിടെ. ആ ബെസ്റ്റ്. ഞാൻ ഇവിടെ ചേട്ടനോട് പറഞ്ഞിട്ടേ പുള്ളി പറയുന്നത് ഇതല്ല എൻ്റെ ചിന്തയെന്നാ. എനിക്കല്ലേ അറിയാവൂ ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് അപ്പം തന്നെ അവന് കവലം പിടിച്ച് 2 കൊടുത്തൂടായിരുന്നു. ഞാൻ അവന് 2 കൊടുക്കണമെന്നൊന്ന് ഓങ്ങി വെച്ചതാ. പക്ഷെ എന്ത് പറയാൻ, കൊടുത്തിട്ട് അതിന്റെ വഴി ഞാൻ തന്നെ കേൾക്കണമല്ലോ. തെളിവില്ലല്ലോ എൻ്റെ കയ്യില്. ശരിയാ, ഇവനെ അങ്ങനെയൊന്നും വിട്ടാ പോരാ. എന്തെങ്കിലും തെളിവ് ഇട്ട് കൈയോടെ പിടിച്ചു കൊടുക്കണം. നീ എൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ സേഫ് അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തെളിവ് സഹിതം ഞാൻ പ്രസന്റ് ചെയ്യണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാടി ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ. കാര്യമായിട്ട് ആലോചിച്ച് അവനെ എങ്ങനെയെങ്കിലും തെളിവ് സഹിതം എനിക്ക് പൂട്ടണം. പിന്നെ എൻ്റെ കെട്ടിയവൻ പറയില്ലല്ലോ ഇത് നിന്റെ ചിന്തയാണ്, നിന്റെ തെറ്റിദ്ധാരണയാണെന്നൊന്നും. നല്ല തങ്കക്കുടമായ ആ മോന്റെ ആ തങ്കക്കുടത്തിന്റെ സ്വഭാവമല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ ചേട്ടനെ അറിയിക്കണം. അത് മാത്രമാണ് ഇപ്പൊ ഞാൻ ഊണിലും ഉറക്കത്തിലും വിചാരിക്കുന്നത്. ആലോചിച്ചിട്ട് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യണം. അവസാനം നിനക്ക് തന്നെ പണി കിട്ടും. ഇനി ഇവന്റെ കാര്യത്തിൽ എനിക്കൊരു പിഴവ് വരില്ല. ആ രീതിക്ക് ഞാൻ അവനെ പൂട്ടും. നീ നോക്കിക്കോ. അച്ഛാ, അച്ഛ എന്ത് ചെയ്യാൻ പോകുന്നു? തുണി നനയ്ക്കാണ്ട് മക്കളെ. അച്ഛ അവിടെ വെച്ചേക്ക്, ഞാൻ കഴുകാം. വേണ്ട പറഞ്ഞ ഞാൻ നനച്ചോളാം. അച്ഛാ, ഞാൻ അച്ഛൻ്റെ ജോലികൾ ചെയ്യില്ലെന്നോ അച്ഛനെ അനുസരിക്കില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അച്ഛൻ എന്നെ ഒരു മകളായിട്ട് കാണണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. ഒരു വേലക്കാരിയായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യരുത്. ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അച്ഛനെ കാണുന്നേ. അച്ഛൻ അത് അവിടെ ഇട്ടേക്ക്, ഞാൻ ചെയ്തോളാം. ആ മച്ചാ, എടാ നീ പറഞ്ഞ പോലെ ഞാൻ പെൻ ക്യാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഓൺ ചെയ്യുന്നത്? ഓക്കെ 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 ഓണായി മച്ചാ. ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. നീ എന്താ ഇവിടെ? അല്ല, താഴെ ബാത്റൂമിൽ ഫ്ലഷ് വർക്കാവുന്നു, ബാത്റൂമിൽ പോകാനായിട്ട്. ആ, അത് ചേട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ മതി. ചേട്ടൻ പ്ലംബറെ വിളിച്ചു പോവാം. ജോലിയൊന്നും കഴിഞ്ഞില്ലേ? കിടക്കണ്ടേ നമുക്ക്? കിടക്കണം. പിന്നെ ഞാൻ ചേട്ടനൊരു ആപ്പ് പരിചയപ്പെടുത്തട്ടെ. ഓ, എൻ്റെ ഫോണിലുള്ളത്. ഈ ആപ്പിന്റെ പ്രത്യേകതയെ ഞാൻ ഇപ്പൊ കാണിക്കുമ്പോ ചേട്ടന് മനസ്സിലാവും. എന്താ ചെറിയ ശബ്ദം വരുന്നില്ല? വെയിറ്റ് ചെയ്യേട്ടാ. നല്ല ശബ്ദം ഉണ്ടല്ലോ. എന്തോന്നത്? ഇതൊരു പെൻ ക്യാമറയല്ലേ? പെൻ ക്യാമറയാ? ഇതാരും ഇവിടെ കൊണ്ടുവച്ചേ?
നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെൻ ക്യാം എങ്ങനെ ഓൺ ചെയ്യണേ? ഓക്കെ 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 ഓണായി വെച്ചാ ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. നീ അവൻ്റെ ബാഗ് പാക്ക് അവനെ ഞാൻ ഇന്ന് അണ്ണാ ഇനി ഞാനാ നീ എൻ്റെ വീട്ടിൽ പറ്റി അണ്ണാ അണ്ണാ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ അവളെ വിശ്വസിച്ചു നിന്നെ വിശ്വസിച്ചു അനിയനെ പോലെ അണ്ണാ ഒരു അബദ്ധം പറ്റിയതാണ്. ചേട്ടത്തി ഒന്ന് എടാ നിനക്കേ ഞാൻ ഇത് തന്നില്ലെങ്കിലേ ഞാൻ പെണ്ണാവത്തില്ല. ചേട്ടത്തി എൻ്റെ വീട്ടിൽ നിൽക്കാം ബാഗ് മേലെ ഇവിടെ കയറി പോലും